നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ 2023 നടന്ന JLT എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 059/23 ക്വസ്റ്റ്യൻ കോഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആൽഫ കോഡ് A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. പ്രൊവിഷണൽ ആൻസർ കീയിൽ വരുന്ന ആൻസേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ JLTക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആൻസർ അല്ലാതെ 3 ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കി പോവുക. ഇപ്പോൾ ഒരു കൃതിയാണെങ്കിൽ അതിൻ്റെ രചയിതാവിന്, അതുപോലെ തന്നെ ഇയർ, അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കി പോയാൽ നമുക്കൊരു സിലബസ് ഫുൾ കവർ ചെയ്തൊരു ഫീൽ കിട്ടും. നിങ്ങൾ അങ്ങനെ ഇനിയൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അങ്ങനെയും കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ജനറൽ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ അത്രയും അറിയാമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് വെറുതെ ആ മാർക്ക് പോവും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കേരള റിനൈസൻസ് ലീഡേഴ്സിൻ്റെ ജനിച്ചത് ചോദിക്കുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ അത് നോക്കുക, അവരുടെ രചനകൾ നോക്കുക. അതുപോലെ തന്നെ മലയാളം ലിറ്ററേച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും വരുന്നുണ്ട്. കറണ്ട് അഫെയർസ്, GK, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ 80 മാർക്ക് ഹിന്ദി നന്നായി പഠിച്ചു പോവുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. First question, Article 320 of the Constitution of India refers to answer option C, functions of Public Service Commission. Next question, the prevention of atrocities of women and children bill was enacted. ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് വൈക്കം സത്യാഗ്രഹ. അപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകണം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികൾ വാസ് ബോൺ ഓൺ. ആൻസർ ഓപ്ഷൻ B, August 25, 1853 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ കേരള. ആൻസർ ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, of the progressive writers of Malayalam, Kadamanitta Ramakrishna was a popular poet. Who called him a popular poet? Answer option B, EMS Namboodiripad. Next question, the Syrian Christian College at Kottayam was thrown open for secular education during the year. Answer option A, 1854 to 15. Next question, the concept of a merit-based modern civil service in India was introduced in the year. Answer option C, 1854. Next question, Kandara Taragam was written by. Answer option C, A.R. Rajarajavarma. Next question, the first secretary of Kerala Pradesh Congress Committee was. Answer option B, K.P. Keshav Menon. Next question, Vidyadhara Raja Sri Chattambi Swami Samadhi Saptagam was written by. Answer option C, Pandit K.P. Karpan. Next question, which of the facts about P.K. Chatan is not correct? Answer option B. Next question, the official magazine of Kerala State Library Council is. Answer option C, Granthalokam. Next question, pick the odd one out. Answer option A, Kumaranashan. Next question, who used this pseudonym Kerala? Answer option C, Swadeshabhimani Ramakrishna Pilla. Next question, the first editor of Nasrani Deepika was. Answer option C, Pulikkaparambil Kurian Master. Next question, the abstention movement is work written by. Answer option D, K.K. Kusuman. Next question, Parvati Nenmeni Mangalam was a special member of the Cochin Legislative Council during. Answer option C, Third Council 1931 to 35. Last question, the first newspaper which was published from Kerala was. Answer option A, Western Star. അടുത്തത് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദികാൽ में गड़ी बोली को काव्य की भाषा बनाने वाले कवि कौन है? ആൻസർ ഓപ്ഷൻ D ആണ്, അമീർ ഖുസ്രോ. നമുക്കറിയാം അമീർ ഖുസ്രോൻ്റെ കൃതികൾ ഖാലിദ് ബാരിയാണ് മെയിനായിട്ട്. പിന്നെ പെഹേലികളും മുക്കരിയാമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടുതലും കാണുക. ഗഡി ബോലിയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും എഴുതിയിട്ടുള്ള ഭാഷ.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂൽ നാം എന്ന് പറയുന്നത് യമീനുദ്ദീൻ അബുൽ ഹസൻ ആണ്. അബ്ദുൽ ഹസൻ എന്നും കാണാറുണ്ട്. മൂൽ രൂപ് സെ അദ്ദേഹം എന്താണ്? ഫാർസി കവിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാക്ക നാം സൈഫുദ്ദീൻ മഹ്മൂദാണ്. ഗുരു നിസാമുദ്ദീൻ ഔലിയ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ദർബാരി കവിയാണ്. ദർബാരി കവികൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഈശ്വരി പ്രസാദാണ് അദ്ദേഹത്തെ മഹാകവി അല്ലെങ്കിൽ കവി ഓം ക രാജ്കുമാർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്? തൊത്തായ ഹിന്ദ് എന്ന് അറിയപ്പെടുന്നതും ആരാണ്? അമീർ ഖുസ്രോ ആണ്. അപ്പോൾ അമീർ ഖുസ്രോൻ്റെ മാക്സിമം ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ചന്ദ് ബർദായി നോക്കണം. ചന്ദ് ബർദായി പൃഥ്വിരാജ് രാസോ എഴുതിയതാണ്. ജഗനിക്ക് എന്താണ്? പരമാൾ രാസോ എഴുതിയ ആളാണ്. ശ്രീധർ അദ്ദേഹത്തിൻ്റെ കൃതികളും മറ്റു ഡീറ്റെയിൽസൊക്കെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആചാര്യ രാമചന്ദ്ര ശുക്ലിനെ ഹിന്ദി ക പ്രഥം മഹാകാവ്യ കിസെ മാനാ ഹെ? അപ്പോൾ നമുക്കറിയാം പൃഥ്വിരാജ് രാസോയാണ്. ചന്ദ് ബർദായി എഴുതിയതാണ്. 69 സമയാണ്. ഇതിലെ സർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത് സമയ് എന്ന പേരിലാണ്. അതായത് പല കൃതികളും സർഗ്ഗങ്ങൾ ഉണ്ട്, സമയുണ്ട്. അപ്പോൾ ഇതിൽ സമയാണ്. അപ്പോൾ മൊത്തം ടോട്ടൽ ചന്ദ് എത്രയാണ് വരുന്നത് നോക്കുക. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കഥയുണ്ട്, അതുപോലെ ഇതിൻ്റെ ഭാഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഗുമാൻ രാസോ ദളപതി വിജയാണ്. ബീസൽ ദേവ് രാസോ നരപതി നാൽഹാണ്. പരമാൾ രാസോ ജഗനിക്ക്. അടുത്തത് വിദ്യാപതിക്ക് രചന പദാവലിക്ക് ഭാഷ കോൺസി ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി മൈഥിലി. അപ്പോൾ പദാവലിയിലും മൈഥിലിയിലും ലാസ്റ്റ് ലീ ആണല്ലോ. അപ്പോൾ പദാവലി മൈഥിലി എന്നങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവഹട്ടിൽ എഴുതിയ കൃതികളാണ് കീർത്തിലത, കീർത്തി പതാക. അതിൽ കീർത്തിലതയിൽ രാജ കീർത്തി സിംഹിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കീർത്തി പതാകയിൽ രാജ ശിവസിംഹിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം. അതേപോലെ തന്നെ അഭിനവ് ജയദേവ് എന്ന വിദ്യാപതിയെ വിളിച്ചത് രാജ ശിവസിംഗ് ആണ് വിളിച്ചത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രജിലും സംസ്കൃതത്തിലും അവഹട്ടിലും മൈഥിലിയിലൊക്കെ എഴുതിയ കൃതികൾ നോക്കണം. അടുത്തത് കിസ്നെ പത്മാവത് കോ ഹിന്ദി മേം അപ്നെ ഡങ്ക് കി അഖേലി ട്രാജിക് കൃതി കഹാ ഹെ? ആരാണ് പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ഡി വിജയ് ദേവ് നാരായൺ സാഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസ് കവി കോ കഠിൻ കാവ്യ ക പ്രേത് കഹാ ജാത്ത ഹെ? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കേശവദാസ്. അപ്പോൾ കവികളുടെ ഉപാധി, കവികൾക്കുള്ള ഉപനാമൊക്കെ നോക്കണം. വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും നോക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധദേവ് കെ ബാദ് കാ സബ്സെ ബഡാ ലോകനായക് തുളസി കോ കിസ്നെ കഹാ? ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗ്രിയർസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഷ്ടജാബ് കെ പ്രമുഖ കവി കോൺ ഹെ? ആൻസർ ഓപ്ഷൻ ബി സൂർദാസ് ആണ്. അപ്പോൾ അഷ്ടജാബിൽ 8 കവികൾ വരുന്നുണ്ട്. അഷ്ടജാബ് സ്ഥാപിച്ചത് വിട്ടൽനാഥാണ്. അതുപോലെ തന്നെ ഇതിൽ 8 കവികളിൽ 4 കവികൾ വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരും 4 കവികൾ വിട്ടൽനാഥൻ്റെ ശിഷ്യന്മാരുമാണ്, നമുക്കറിയാം. അപ്പം അത് ഓർക്കാനൊക്കെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട് അഷ്ടജാബ് കവികളുടെ, അത് പോയി കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാജ് ജയസിംഗ് കെ ആശ്രിത് കവി കോൺ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ബിഹാരി. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ അടുത്തത്, സുജാൻ സാഗർ കെ രചനാക്കാർ കോൺ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ഘനാനന്ദാണ്. അപ്പോൾ നമുക്കറിയാം കാലത്തിൽ പ്രമുഖമായിട്ട് 3 രീതിയിലുള്ള കവികളുണ്ട്. രീതി മുക്ത്, രീതി സിദ്ധ്, രീതി ബദ്. അപ്പോൾ ഇതിൽ ഘനാനന്ദ് രീതി മുക്ത് കവിയാണ്, ഭൂഷൺ രീതി ബദ് കവിയാണ്, ബിഹാരി രീതി സിദ്ധ് കവിയാണ്, ഠാക്കൂർ രീതി മുക്ത് കവിയാണ്. അപ്പോൾ രീതികാലത്തിൽ പ്രതിനിധി രീതി മുക്തധാരാക്കി അഗ്രണി കവി ആയിട്ടാണ് ഘനാനന്ദ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളും കൂടി ഒന്ന് നോക്കുക. അടുത്തത്, ഗംഗാറാം ज्योतिषी के अनुरोध पर तुलसीदास ने किस ग्रंथ की रचना की? आंसर ऑप्शन सी रामाज्ञा प्रश्न. नेक्स्ट क्वेश्चन, भूषण को कवि भूषण उपाधि किसने दी? आंसर ऑप्शन डी राजा रुद्राण. नेक्स्ट क्वेश्चन, किस ग्रंथ में कबीरदास के आविर्भाव काल का उल्लेख मिलता है? आंसर ऑप्शन डी कबीर चरित्र बोध. नेक्स्ट क्वेश्चन, तदीय समाज के संस्थापक कौन है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ
ബി ഭാരതേന്ദു ആണ്, നമുക്കറിയാം. പിന്നെ രാജാറാം മോഹൻ റോയിൻ്റെ വരുന്നത് ബ്രഹ്മസമാജാണ്. അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി ഏതാണ്, ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി നയി चाल में ढली सन 1873 ईस्वी सही कदम लगी. आंसर ऑप्शन ए हरिश्चंद्र चंद्रिका पत्रिका के प्रकाशन से सुधरी हुई हिंदी का ഉദയ മാനാ ഗയാ ഹെ. അടുത്തത് ഇതിൽ ബ്രാഹ്മൺ എന്നുള്ള പത്രിക വരുന്നത് ആരുടെയാണ്, പ്രതാപ് നാരായൺ മിശ്രാണ്. അപ്പോൾ ബ്രാഹ്മണന്മാർക്ക് പ്രതാപം ഉണ്ട് എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്യണം. അതുപോലെ ബാലബോധിനി ആരുടെയാണ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെയാണ്. അതുപോലെ ഹിന്ദി പ്രദീപ് ആരുടെയാണ്, ബാലകൃഷ്ണ ഭട്ടിൻ്റേതാണ്. അടുത്തത് ജയശങ്കർ പ്രസാദ് കൃത് കാമായനി കാ ദൂസര സർഗ് കോൺസാ ഹെ. ആൻസർ ഓപ്ഷൻ സി ആശയാണ്. അപ്പോൾ നമുക്കറിയാം കാമായനിയിൽ 15 സർഗ്ഗങ്ങളുണ്ട്. ജയശങ്കർ പ്രസാദിൻ്റെ അന്തിമ മഹാകാവ്യമാണ് കാമായനി. പിന്നെ ചിന്താശ, ശ്രദ്ധ, കാമവാസന അങ്ങനെ വരുന്ന 15 സർഗ്ഗങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യത്തെ ചിന്തയാണ്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ സർഗ്ഗം നോക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതിപ്പോൾ സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന കാര്യങ്ങൾ, അതുപോലെ കാമായനിയിൽ വരുന്ന കഥാപാത്രങ്ങൾ, മനു, ശ്രദ്ധ, ഇട അവർ എന്തിൻ്റെ പ്രതീകങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കാമായനീൻ്റെ ഇയർ, അതൊക്കെ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആചാര്യ രാമചന്ദ്ര शुक्ल आधुनिक गद्य साहित्य की परंपरा का प्रवर्तन किस विधा से मानते हैं. आंसर ऑप्शन ए നാട്ടകമാണ് വരുന്നത്. नेक्स्ट क्वेश्चन, പ്രേംചന്ദ് ദ്വാര ഹിന്ദി മേ മൂൽ രൂപ സെ ലിഖാ ഗയാ പെഹ്ല ഉപന്യാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി കായാകൽപ്പാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് മാറിപ്പോവും, നമ്മൾ കരുതും എന്താണ് ആൻസർ, നമ്മൾ വിചാരിക്കുന്നതാണ് സേവാസദനാണ്. അപ്പോൾ സേവാസദനല്ല, മൂൽ രൂപ സെ ഹിന്ദിയിൽ എഴുതിയത് ഏതാണ്, മൂലരൂപ സെ ഹിന്ദിയിൽ അദ്ദേഹം എഴുതിയത് കായാകൽപ്പാണ്. അതുപോലെ തന്നെ രംഗഭൂമി 1925, സേവാസദൻ 1918, പ്രേമാശ്രം 1922, കായകൽപ്പ് 1926 എന്നിങ്ങനെയാണ് വരുന്നത്. പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങളുടെയൊക്കെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും നോക്കുക. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, അതിൽ വരുന്ന വിഷയം എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. नेक्स्ट क्वेश्चन, नेक्स्ट क्वेश्चन, द्विवेदी युग के किस कवि को राष्ट्र कवि का सम्मान दिया. आंसर ഓപ്ഷൻ ബി മൈഥിലി ശരൺ ഗുപ്ത. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്തൻ്റെ കുറച്ച് രചനകളൊക്കെ നോക്കി വെക്കണം. അതുപോലെ തന്നെ മഹാവീർ പ്രസാദ് ദ്വിവേദി, ഹരിഹൗദ്, ശ്രീധർ പാഠക്, ബാക്കി 3 ഓപ്ഷൻസിൻ്റെയും നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജയശങ്കർ പ്രസാദ് की प्रथम कहानी कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രാമാണ് വരുന്നത്. ഗ്രാം ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ആന്തി, ദേവദാസി, സാൽവതി, ഇതൊക്കെ അതിൻ്റെ ഇയറും കാര്യങ്ങളും നോക്കണം. അപ്പോൾ 1911 ഗ്രാമിൻ്റെ ഇയർ. ഹിന്ദു പത്രികയിലാണ് ഇത് പ്രകാശനം ചെയ്തത് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. അതുപോലെ തന്നെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആധുനിക് യുഗ് കാ ദദ്ദ, മധുബ് എന്നീ രീതികളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോരോ കവികളുടെ ഉപനാമൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതേന്ദു കൃത് അന്തേർ നഗരി കൈസി രചന ഹേ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി പ്രഹസനാണ്. അത് എപ്പോഴും കേട്ടറ്റിനും സെറ്റിനും HSA JLTക്കും ഒക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഭാണ്, അദ്ദേഹത്തിൻ്റെ ഭാരതേന്ദുവിൻ്റെ അനൂദിത രചനകളും മൗലിക നാടകങ്ങളും അനൂദിത് നാടകമൊക്കെ നമ്മൾ കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് നോക്കണം. ബാണിൽ വരുന്നത് വിശ്വസ്യ വിഷമൌഷധമാണ്. നാട്ടികയിൽ പ്രേമജോഗിനി, പ്രഹസനിൽ ആണ് അന്തർനഗരി വരുന്നത്. ഗീതിരൂപക്ക് സത്യപ്രതാപ്. അപ്പോൾ സത്യപ്രതാപ് അപൂർണാണ്, ബാബു രാധാകൃഷ്ണദാസാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ജയശങ്കർ പ്രസാദിക്ക് അന്തിം രചന കോൺസി എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി കാമായനിയാണ്. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, भारतेंदु युग में किस उपन्यास को पढ़ने के लिए लोगों ने हिंदी सीखना ज़रूरी समझा. आंसर ऑप्शन बी चंद्रकांता संदरी. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സരസ്വതി പത്രിക കെ സമ്പാദക് കൗൺ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ശ്യാം സുന്ദർ ദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂർദാസ് പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് കാ പാത്ര ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി രംഗഭൂമി. അപ്പോൾ സേവാസദനിലെയും കർമ്മഭൂമിയിലെയും ഗോദാനിലൊക്കെ പാത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്യയിനെ ജൈനേന്ദ്ര കെ കിസ് ഉപന്യാസ് കാ അംഗ്രേസി അനുവാദമേ കിയ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ത്യാഗപത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സക്രിയ കഹാനി ആന്തോളൻ കാ സൂത്രപാത് കിസ്നെ കിയ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി രാകേഷ് വത്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വരുന്ന കഹാനി ആന്തോളൻ്റെ കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ സഹജ് കഹാനി, സമാന്തർ കഹാനി, സചേതൻ കഹാനി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഛായാവാദ് ശബ്ദ് സർവപ്രഥം പ്രയോഗ കിസ്നെ കിയ എന്നാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ബി മുക്കുട്ടധർ പാണ്ഡെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അശോക് ഘോഷ് കി സൗന്ദർ നന്ദ് സെ പ്രേരിത് ഹോക്കർ ലിഖാ ഗയ നാടക് കൗൺ സാ ഹൈ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ലഹറോം കെ രാജഹംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയി കവിത കി പ്രതിമാൻ കിസ്കി രചന ഹൈ എന്നുള്ളതാണ്. നാംവർ സിംഗിൻ്റെ രചനയാണ് നയി കവിത കെ പ്രതിമാൻ എന്നുള്ളത്. പിന്നെ നയി കവിത കെ പ്രതിമാൻ എന്നുള്ളത് ലക്ഷ്മികാന്ത് വർമ്മയുടെ കൃതിയുണ്ട്. നാംവർ സിംഗിൻ്റെ കവിത കെ നയ പ്രതിമാൻ എന്നുള്ള രീതിയിലും ഒരു ബുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീറാം വർമ്മ കിസ് സപ്തക് കെ കവി ഹേ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ചൗദ സപ്തകമാണ്. അപ്പോൾ നമുക്കറിയാം 4 സപ്തകങ്ങളുണ്ട്. താര സപ്തക്, ദൂസര സപ്തക്, തീസര സപ്തക്, ചൗദ സപ്തക്. അതിൽ 1943 താര സപ്തക്. ദൂസര വരുന്നത് 1951, തീസര സപ്തക് 1959, ചൗദ സപ്തക് വരുന്നത് 1979. അപ്പോൾ ഇതിൽ 7 കവികൾ വെച്ചിട്ടാണ് ഓരോരോ സപ്തകങ്ങളിലും വരുന്നത്. അത് കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയി കവിതാ പത്രിക കെ സമ്പാദക് കൗൺ ഹേ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ജഗദീഷ് ഗുപ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരൾ സത്സയി കിസ്കി രചന ഹേ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കെ വാസുദേവൻ പിള്ളൈ. ഇത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കേരള ലിറ്ററേച്ചറിൽ വരുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം നോക്കണം. പത്രികകൾ നോക്കുക. അതുപോലെ ഉപന്യാസ്, നാടക്, കഹാനി, ആലോചന ഒക്കെ വരുന്നുണ്ട്. അതിൽ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് പോകണം. ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയില്ല. 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രേംചന്ദ് ദ്വാര ഹിന്ദി में മൂൽ രൂപ से लिखा गया पहला उपन्यास कौन सा है എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ മാറിയതാണ്. നമ്മൾ കേരൾ സത്സയാണല്ലോ അല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കേരള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തകഴി ശിവശങ്കർ പിള്ളൈ का उपन्यास ചെമ്മീൻ का ഹിന്ദി അനുവാദ് കിസ്നെ കിയ എന്നുള്ളതാണ്. ആൻസർ ഭാരതി ദേവിയാണ്. അതായത് തകഴിയുടെ കൂടുതലും കൃതികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇവർ തന്നെയാണ്, ഭാരതി ദേവിയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ गोस्वामी तुलसीदास के जीवन वृत्त को आधार बनाकर लिखा गया उपन्यास कौन सा है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി മാനസ് കാ ഹൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരൾ ഹിന്ദി പ്രചാർ സഭ കി പത്രിക കൗൺ സി ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി കേരൾ ജ്യോതി. ആൻസർ എന്താണ്? കേരൾ ജ്യോതിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടറി കി ബാത് കിസ്കി കഹാനി ഹെ എന്നതാണ്. ആൻസർ ഓപ്ഷൻ എ അഗ്യേയിൻ്റെ കഹാനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിന്ദി ഭാഷ കാ സംബന്ധ് കിസ് ഭാഷ പരിവാർ സെ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ഭാരോപി ആണ്. नेक्स्ट क्वेश्चन ഭാരോപീയ പരിവാർ के अंतर्गत आने वाली प्राचीन ഭാഷ कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി അപഭ്രംശ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെമറ്റിക് ഹെമറ്റിക് പരിവാർ की ഭാഷാओं में सबसे संपन्न ഭാഷ कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ അറബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർപ്പൂർ മഞ്ജരി की ഭാഷ कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ഷൗർസേനി ആണ്. नेक्स्ट क्वेश्चन अपभ्रंश शब्द का प्राचीनतम प्रयोग कहाँ मिलता है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി മഹാഭാഷ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശൗര്യസേന അപഭ്രംശ से निकलने वाली ഭാഷ कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമി ഹിന്ദിയാണ്. അതിൻ്റെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഹിന്ദിക്ക് 5 ഉപഭാഷകളാണുള്ളത്. അതുപോലെ തന്നെ 18 ബോലികളുണ്ട്. അപ്പോൾ പശ്ചിമി ഹിന്ദി അതിൻ്റെ ശൗര്യസേന അപഭ്രംശമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പശ്ചിമി ഹിന്ദിക്ക് എത്ര ഉപഭാഷകളുണ്ട്? 5 ബോലികളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്നൊക്കെ നോക്കണം. ഗഡി ബോലി, ബ്രജ്, ബുന്ദേലി ഒക്കെ ഇതിലാണ് വരുന്നത്, കൗരവിയൊക്കെ. അപ്പോൾ അതൊന്ന് നോക്കുക. അടുത്തത് പ്രാചീൻ നാഗരി ലിപിക്ക് പശ്ചിമി റൂപ് സെ വികസിത ലിപി कौन सी है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ഗുജറാത്തി ലിപിയാണ്. नेक्स्ट क्वेश्चन प्राचीन काल में भारत की सर्वश्रेष्ठ ലിപി कौन सी है. ആൻസർ ഓപ്ഷൻ ഡി ബ്രാഹ്മി ലിപി. അപ്പോൾ ലിപികളുടെ ഏരിയ ഒക്കെ നന്നായിട്ട് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂർവി ഹിന്ദിക്ക് ബോലി कौन सी है എന്നുള്ളതാണ്. ഓപ്ഷൻ എ അവധി. അപ്പോൾ പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, ബിഹാരി, മൈഥിലി, രാജസ്ഥാനി എന്നുള്ള അതിൻ്റെയൊക്കെ ഒക്കെ ബോലികളൊക്കെ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ്രവിഡ് കുലിക്ക് ഭാഷ कौन सी है എന്നുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഓപ്ഷൻ ഡി തെലുഗു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺസി ലിപി ബായി സെ ദായി ഓർ को लिखी जाती है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ദേവനാഗരി ലിപി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരോപീയ പരിവാർ കിസ് ഭാഷാ ഖണ്ഡ് के അന്തർഗത് ആത്തെ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി യുറേഷ്യ ഖണ്ഡാണ്. ഹിന്ദി ഭാഷ ഉദ്ഭവ വികാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് പോയി കണ്ടാൽ ഒന്നും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺസാ ശബ്ദ് ജാതിവാചക് സംജ്ഞ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർണ്ണോം के समुच्चय को डैश कहते हैं. आंसर ऑप्शन बी लिपि. नेक्स्ट क्वेश्चन स्वतंत्र रूप से अर्थ का वहन करने वाला भाषा की इकाई. आंसर ऑप्शन है शब्द. नेक्स्ट क्वेश्चन वह गिर जाता है संरचना की दृष्टि से यह निम्नलिखित में से कौन सा वाक्य है എന്നുള്ളതാണ്. आंसर ऑप्शन है सरल वाक्य. नेक्स्ट क्वेश्चन दो शब्दों के जुड़ने से बनने वाला शब्द. आंसर ऑप्शन डी समासिक शब्दाണ്. नेक्स्ट क्वेश्चन संज्ञा की पुनरुक्ति को दूर करने के लिए उसके अर्थ में प्रयुक्त शब्द. आंसर ऑप्शन बी സർവനാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വഹ് ഗർ മേരാ ഹെ വിശേഷ പഹചാനി എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി സാർവനാമിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീതാനെ ആം ഖായ കോൺസി ക്രിയ എന്നുള്ളതാണ്. സകർമ്മ ക്രിയയാണ്. അപ്പോൾ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയൊക്കെ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽ പഹചാനിയാണ് ലഡിക്കാൻ പഠ രഹി ഹെ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് അപൂർണ്ണ വർത്തമാനമാണ്. नेक्स्ट क्वेश्चन यह अकर्मक क्रियाओं से ही बनता है और इनमें क्रिया सदा पुल्लिंग एक वचन और अन्य पुरुष में रहती है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ഭാവവാച്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അധികരൺ കാരക की വിഭക്തി ചിഹ്നമാണ് മേം पर. ആൻസർ ഓപ്ഷൻ എ മേം पर. ഇപ്പോൾ കാരകട്ടുണ്ട് കർത്താകാരക കർമ്മകാരക കരൺകാരക സമ്പ്രദാൻകാരക അപാദാൻകാരക സംബന്ധകാരക സംബോധൻകാരക അങ്ങനെ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യയങ്ങൾ വരുന്നത് ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നോക്കുക. അടുത്തത് ഘോഷ് വर्ण കോൺസാ है. ആൻസർ ഓപ്ഷൻ ഡി ഘ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ധ്വനി का आदर क्या है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ അർത്ഥധ്വനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലങ്കാരോം का വർഗീകരൺ पहले किसने किया. ആൻസർ ഓപ്ഷൻ സി രുദ്രട്ടാണ്. നെക്സ്റ്റ് വീരരസക സ്ഥായി ഭാവ് ഉത്സാഹമാണ്. അപ്പോൾ രസങ്ങളും അതിൻ്റെ സ്ഥായി ഭാവവും നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രത്യേക വസ്തു का ठीक स्थान पर उचित प्रयोग ही औचित्य है किसकी कथन है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ക്ഷേമേന്ദ്രാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിശേഷ ഗുണാത്മ നിന്മലിഖിതമേം സഹി കഥൻ ലഗി എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി രീതി വാമൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂരി ഭൂരി ഭേദഭാവ് ഭൂമി സെ ഭഖാ ദിയ കോൺസ അലങ്കാര. ആൻസർ ഓപ്ഷൻ സി അനുപ്രാസ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഭ എന്നുള്ള ശബ്ദം റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വർണ്ണ അല്ലെങ്കിൽ ഒരു അക്ഷരം റിപ്പീറ്റായിട്ട് വരുന്നത് അതാണ് എന്ത് അനുപ്രാസ്. नेक्स्ट क्वेश्चन सोरठा की द्वितीय तथा चतुर्थ चरण में कितनी मात्राएं होती है. आंसर ऑप्शन बी 13 मात्राएं. तो रिपीटेड क्वेश्चन ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ आई याद बिजुड़न से मिलन की वह मधुर बात आई याद चांदनी की धूली हुई आधी रात कौन सा चंद है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി മുക്ത് ചന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോഹ കിത്തനെ പ്രകാർ കെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി 23 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് में शब्द का स्वाभाविक अर्थ ज्ञात होता है. ആൻസർ ഓപ്ഷൻ ബി അബിത. അപ്പോൾ നമ്മൾ ലക്ഷണം വ്യഞ്ജനമൊക്കെ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ सरकारी कामकाज के लिए प्रयुक्त भाषा. आंसर ऑप्शन बी राजभाषा. नेक्स्ट क्वेश्चन हिंदी को राष्ट्रभाषा बनाने का विचार सर्वप्रथम कहाँ उदित हुआ. आंसर ऑप्शन सी बंगाल ആണ്. नेक्स्ट क्वेश्चन राजभाषा हिंदी की लिपि कौन सी है. आंसर ऑप्शन बी देवनागरी लिपि. नेक्स्ट क्वेश्चन पोस्टपोनमेंट के लिए प्रयुक्त पारिभाषिक शब्द स्थगन ആണ്. നെക്സ്റ്റ് മുദ്ര के लिए प्रयुक्त पारिभाषिक शब्द करेंसी ആണ്. നെക്സ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് के लिए प्रयुक्त पारिभाषिक वाक्यांश की तरफ से. അപ്പോൾ പാരിഭാഷിക് ശബ്ദാവലി വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണും. नेक्स्ट क्वेश्चन जो भाषा जनता के बीच की दूरी को मिटाती है. आंसर ऑप्शन है संपर्क भाषा. नेक्स्ट क्वेश्चन जो मीडिया हमें लिखित जानकारी देता है प्रिंट मीडिയ. അപ്പോൾ ഇത് മീഡിയ ലേഖനം നിന്ന് വരുന്ന ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് കിസി ബി പത്രപത്രിക കൈന ഹോത്തി ഹെ സമ്പാദകീയം. ഇതും മീഡിയ ലേഖനം നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സഞ്ചാർ ഭാഷ में किस बात पर सर्वाधिक ध्यान दिया जाता है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ശബ്ദ സംവേദന. അപ്പോൾ ചിലവർ ഇത് ഭാവസംവേദന എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഒന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2-4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ മറ്റു ഓപ്ഷൻസും കൂടി ഡിസ്കസ് ചെയ്ത് പോയാൽ നമുക്കൊരു നിങ്ങൾ തന്നെ സ്വയം ഒന്ന് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിലബസ് ഫുള്ള് കവർ ചെയ്യാനും കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിട്ടും തോന്നും. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ധന്യവാദം.